അപ്പോൾ എൻ്റെ ലൈഫ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ മീറ്റിംഗ് അഫ്ലോ എന്ന് തന്നെ പറയാം. അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഡിവൈഡ് ചെയ്തേക്കുന്നത്. അഫ്ലോനെ മീറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിലും എൻ്റെ പ്രൊഫഷണൽ ലൈഫിലും ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന് എനിക്കൊരു ക്ലാരിറ്റി കിട്ടാൻ തുടങ്ങി. എങ്ങനെ അത് മുന്നോട്ട് കൊണ്ടുപോയി എനിക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും, പേഴ്സണൽ ലൈഫിൽ എൻ്റെ സ്ട്രെസ് എങ്ങനെയൊക്കെ എനിക്ക് കുറക്കാൻ പറ്റും, അപ്പോൾ എൻ്റെ സാഹചര്യങ്ങളെയോ എൻ്റെ അവസ്ഥകളെയോ മാറ്റാതെ എനിക്ക് എങ്ങനെയൊക്കെ എൻ്റെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും, എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ എനിക്ക് എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് ഞാൻ പഠിച്ചത് അല്ലെങ്കിൽ മനസ്സിലാക്കിയത് അഫ്ലോനെ മീറ്റ് ചെയ്തതിന് ശേഷമാണ്. അങ്ങനെ ഈ സ്വസ്ഥ എന്നുള്ളൊരു പ്രോഗ്രാമിനെ പറ്റി, വർക്ക്ഷോപ്പിനെ പറ്റി അഫ്ലോ പറഞ്ഞ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെയും കൂടുതൽ ചോദിക്കാതെയും ഞാൻ ഇങ്ങോട്ടേക്ക് വരാമെന്ന് ഇതാക്കിയത് ഈ ഒരു ട്രസ്റ്റ് കാരണം തന്നെയാണ്. പക്ഷെ വന്ന സമയത്ത് ഞാൻ എന്തുദ്ദേശിച്ചാണോ വന്നത് അതിനേക്കാളും ബെനിഫിറ്റ് ഇപ്പം എനിക്ക് പോകുന്ന സമയത്ത് ഉണ്ട് എന്നുള്ളത് എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും. അപ്പോൾ അത് ശരിക്കും നമുക്കൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിനേക്കാൾ നമ്മളത് വന്ന് അനുഭവിച്ച് എന്താ പറയുക, ആ ഒരു ഫീല് നമുക്ക് കിട്ടിയിട്ട് പോവാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. അതിലെനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആളുകൾക്കും എന്താണോ വേണ്ടത്, ഒരു പേഴ്സണൽ കെയർ, ഒരു അറ്റൻഷൻ എവിടെയാണോ നമുക്ക് വേണ്ടത് അത് വേണ്ട സമയത്ത് വേണ്ട പോലെ തരാൻ അഫ്ലോന് പറ്റുന്നുണ്ട്, സ്വസ്ഥക്ക് പറ്റുന്നുണ്ട്. അതിൻ്റെ മാറ്റം, അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് ത്രൂ ഔട്ട് അവർ ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സ്വസ്ഥ അല്ലെങ്കിൽ പ്രോഗ്രാം വരുമ്പോൾ അറ്റൻഡ് ചെയ്യുക, നമ്മളെ ലൈഫിനെ നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുക.